ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ കാസർഗോഡ് എത്തിന് എൻ്റെ ചങ്ങായിൻ്റെ പേർക്ക്. ഓക്കെ, ഇതാ ഷെരീഫുണ്ട്, അൻവറുണ്ട്. നമ്മൾ ഇന്നൊരു ചങ്ങായിനെ കണ്ടിട്ട് ഒരു റോബോട്ട് കാര്യങ്ങൾ പ്രൊജക്റ്റുകൾ സംസാരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ബേക്കൽ പോകാനാണ് ഇന്നത്തെ പ്ലാൻ അല്ലേ? അപ്പോൾ ഞാൻ പരിക്കെത്തിന് ചങ്ങായിൻ്റെ പേർക്ക്. ഓക്കെ, ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്, ഒരു റോബോട്ടിൻ്റെ പ്രൊജക്റ്റ്. ചെറിയൊരു ആവശ്യം. ഇത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ബേക്കലും വിടാം ഗൈസ്. അപ്പോൾ മീറ്റിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷനിൽ പുറപ്പെട്ട് ഒരു വണ്ടി വെക്കാൻ പോയിട്ടുണ്ട്. വിട്ടോ ചെക്കന് കാർ എടുത്തോണ്ട് വന്നേ. ശരിപ്പോ എവിടെ പോവാ? വീഡിയോ ഒന്നും ഇതിന്റെ ഉള്ളിൽ പാടില്ല. എവിടെ പോവാ? നീ കാലം ഞങ്ങക്ക് എടുക്കാനല്ല തമാശ. എന്റെ തല എവിടെ പോന്നെ? ലൊക്കേഷൻ അറിയില്ല. ചെക്കന്റെ പേരിൽ വെച്ചിനി ചെക്കന്മാർ പിക്കാക്കാൻ വേണ്ടി ഇവിടെ വന്ന്. ചെക്കന് വരുന്നുണ്ട്, ഭയങ്കര സീനിൽ വന്നോണ്ട്. എന്ത് ഇത്ര ലേറ്റേ? എങ്ങോട്ട് എങ്ങോട്ട് വന്നാടാ? താഴെ വിട്ടാ എങ്ങോട്ട്? ലൊക്കേഷൻ പറ. നമ്മളെവിടെ എത്തി. സെക്കൻഡ് ബ്ലോക്കിൽ വിട്ടിട്ട് നമുക്ക് റൂട്ട് അറിയെന്ന് പറഞ്ഞിട്ട് അയച്ചതാണ്. ഇവിടെ തോന്നുന്നു കേറി കഴിഞ്ഞു. ഭയങ്കര ബ്ലോക്ക് എടുക്കുന്നത് കണ്ടോ ഗോയ്സ്? എല്ലാ ഭാഗത്തും ബ്ലോക്ക് ഉണ്ട്. ഓൾമോസ്റ്റ് 5 kilometers ആയി കണ്ടിന്യൂസ് ബ്ലോക്ക്. സൺസെറ്റിന് ഇറങ്ങിയത്, സൺസെറ്റ് മിസ് അവിടത്തേക്ക് കഴിഞ്ഞു. അങ്ങനെ നമ്മളെ ലൊക്കേഷന് ബേക്കലെത്തീനി. ബേക്കൽ നാട്ടിലേക്ക്, ബേക്കൽ റിവറാണ് കാണുന്നത്. എന്റെ അപ്പുറത്തെ കടലുണ്ട്. കൊച്ചിലർ പണ്ട് വിട്ടതാടാ ലൈറ്റിങ്സ്. ബ്ലോക്ക് ഇവിടുന്ന് അടിപൊളി. ഇവിടുന്ന് തന്നെ ബ്ലോക്ക് ഉണ്ട്. എപ്പത്തൊന്നും അറിയില്ല. 5 മിനിറ്റ് വഹിക്ക് അരമണിക്കൂർ കഴിയുമെന്നുള്ള തോന്നലാണ്. എത്ര ജാഗണ്ടല്ലേ വെച്ചിട്ട്. പാർക്കിങ്ങിന് വിപുലമായ സൗകര്യങ്ങൾ ബീച്ച് അധികൃതർ. 4 അപ്പൊ ഒരാൾക്ക് പെർ ചാർജ് 50യും കാറിനും 50യും. മൊത്തത്തിൽ 4 ആൾക്കാർക്ക് 250 കൊടുത്തു. 250 കൊടുത്തു. എത്തിയിട്ടുണ്ട്. രാജോ, നീ സാധാരണ ഫെസ്റ്റ് കൂടലല്ലേ, ബേക്കലം ഫെസ്റ്റ്. ഇന്നത്തെ കണ്ടിട്ട് എന്താണ് പ്രതീക്ഷ? നമ്മളെ കൂട്ടത്തില് മൊത്തം കോഴികളാണ്.
സൈഡിൽ ബസാറും കണ്ടിട്ടുണ്ടോ? ഏറ്റവും വലിയതും പഴയതുമായ കറൻസി കണ്ടിട്ടുണ്ടോ? ഇതൊന്നും കാണാതെ ബേക്കൽ ബീച്ച് കാർണിവൽ പൂർത്തിയാകില്ല. ബേക്കൽ ബീച്ച് കാർണിവലിന്റെ ഭാഗമായി പുരാവസ്തു മിലിറ്ററി മ്യൂസിയം 6ാം ക്ലാസ് മുതൽ IAS വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകം മുന്നിൽ വന്നു നിൽക്കുന്ന അപൂർവ നിമിഷം. ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉപയോഗിച്ച ലിറ്റിൽ ബോയ്, ഫാറ്റ്മാൻ ബോംബുകളുടെ മാതൃകകൾ, AK-47 പിസ്റ്റൺ, സൈനിക ടാഗുകൾ, പഴയകാല കിടാവിളക്കുകൾ, അത്യപൂർവമായ അക്ഷയപാത്രം, മൗര്യകാലഘട്ടം മുതൽ ഇതുവരെയുള്ള അപൂർവ നാണയങ്ങളുടെ ശേഖരം, പെട്രോമാക്സുകൾ, ആദ്യത്തെ റേഡിയോ, അപൂർവ താളിയോല ഗ്രന്ഥങ്ങൾ തുടങ്ങിയ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത നിരവധി ചരിത്രകാല പെട്രോമാക്സുകൾ, ആദ്യത്തെ റേഡിയോ, ലോകത്തിലെ ഏറ്റവും ചെറിയ ഖുർആൻ കണ്ടിട്ടുണ്ടോ? ആദ്യത്തെ ഭഗവത്ഗീത കണ്ടിട്ടുണ്ടോ? ഏറ്റവും വലിയതും പഴയതുമായ കറൻസി ഡെഡ് ഹണി ചാലഞ്ച്. ട്രൈ ചെയ്യാം. അത് ഉള്ളപ്പാർ കേസിലായാലും ട്രെയിൻ സൈക്കിളിന്റെ കേസായാലും നിങ്ങൾക്ക് കടന്നു വരാൻ ട്രൈ ചെയ്യാം. തൊട്ടടുത്ത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഗെയിം സെക്ഷൻ കൂടിയുണ്ട്. നിങ്ങളുടെ കൊച്ചു കുട്ടികൾക്ക് ഒരു ഗെയിം കളിക്കാനൊക്കെ താല്പര്യമുള്ളവർ തൊട്ടടുത്ത് വരിക, രജിസ്റ്റർ ചെയ്യുക. ഇപ്പൊ നമ്മളുടെ ഈ പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നത് ഫയർഫ്ലൈസ് എന്ന പേരിൽ തന്നെയാണ് ചെലവഴിക്കുന്നത്. നിങ്ങളുടെ ആരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയൊന്നല്ല ചെലവഴിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതൊന്നും വിചാരിക്കേണ്ട. അപ്പൊ കടന്നു വരിക, ട്രൈ ചെയ്യുക. ഈ ബേക്കലിന്റെ മണ്ണിൽ അനുഭവങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സുവർണ അവസരമാണ് ഫയർഫ്ലൈസ് തുറന്നു വെക്കുന്നത്. ഇവിടെ നടക്കുന്ന രാവിലെ ഒന്ന് പറഞ്ഞു കൊടുത്തേണ്ട രാവിലെ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിയ ഒരു മഞ്ഞ സൈക്കിൾ ഉണ്ട് അല്ലെ? നിങ്ങൾക്ക് ഒരു മഞ്ഞ സൈക്കിൾ, അതിന്റെ പേരാണ് ബ്രെയിൻ സൈക്കിൾ. ഓക്കെ, എന്തുകൊണ്ടാണ് അതിന്റെ പേര് ബ്രെയിൻ സൈക്കിൾ വന്നിടത്തേക്ക് ഒന്ന് പറഞ്ഞാൽ. അപ്പൊ അതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു മഞ്ഞ സൈക്കിൾ. ഈ ഒരു ഗൈസ്, ബേക്കൽ ഫെസ്റ്റിൽ മൊത്തം കഫേ ഇട്ടിരിക്കുകയാണ്. ക്രൗഡെല്ലാം ഭയങ്കര. അവിടത്തേക്ക് എവിടുന്ന് ട്രെയിൻ പിടിച്ചാൽ എന്താ തീരുമാനിക്കുകയാണ് ഇവർ. ട്രെയിൻ എടുക്കതാ ചാലഞ്ച് നോക്കാം നമുക്ക്. താഴ്ന്നു പോയതാണ്.
നമ്മൾ തോണി ട്രൈ ചെയ്യാൻ പോകാം 4 ആള്. നമ്മൾ ടോപ്പിൽ കയറിയിരിക്കാണ്. റാസുണ്ട്, അനുണ്ട്, ചെരിപ്പുണ്ട്. എൻജോയ് ആക്കുവോ? അതെ, വളരെ സിമ്പിൾ ആണ്. നോക്കാം നമുക്ക് എങ്ങനെയാണ് എക്സ്പ്രഷൻ. ഒറ്റക്ക് നിന്നില്ല, ഇരുന്നില്ല. അങ്ങോട്ടേക്കോ തുടങ്ങിയിരിക്കുന്ന ഒച്ചട്രാ അൻവറ എക്സ്പ്രഷൻ. കേറി 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 സംഭവം സീന് സാധനം, സീന്. ഹലോ, എങ്ങനെയുണ്ടേ? എങ്ങനെയുണ്ടാ? തിരിച്ചെത്തി. പേടി തോന്നിട്ടില്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് കിട്ടി. 100 rupees വർത്തായി. എന്താണ് അവസ്ഥ? എല്ലാവർക്കും സുഖാണോ? ഓക്കെ, ഞാന് കേട്ടിട്ടുണ്ട് ബേക്കൽ ഫെസ്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ട്, ഒത്തിരി കേട്ടിട്ടുണ്ട്.
അപ്പോ ഇവിടെ വരാൻ പറ്റിയതില് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇവിടെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ ഇവിടുത്തെ ഓഡിയൻസിനെ പറ്റിയും ഞാൻ കേട്ടിട്ടുണ്ട്, അടിപൊളിയാണെന്ന്. അടിപൊളിയാണോ? എനർജി ഇത്തിരി കുറവാണല്ലോ. അടിപൊളിയാണോ? ഓക്കെ, അപ്പോ എല്ലാവരും രണ്ട് കൈ ഒന്ന് പൊതിച്ച് ഒന്ന് വേവ് ചെയ്യും. കമോ സൂപ്പർ, ബാക്കിൽ കമോ സൂപ്പർ. മഴപോൽ തുടങ്ങും ഓരോ മൗനങ്ങളും പകൽ വരാന്തയിൽ വേലായലഞ്ഞിടാ തമ്മിൽ ചേരും ോടുമിന്നലകൾ കുളിരോർമത്തം വിരലാൽ തുടരുന്നൊരേ സഹയാത്രയിൽ ഓ വെയിലാകമേ പൂച്ചൂടുമോ രാത്രി പാടുന്നു പ്രിയരാഗങ്ങൾ ചിരിമായാതെ നഗരം തേടുന്നു പുതുതീരങ്ങൾ കുടിതീരാതെ ഹൃദയം കണ്ണെത്താ ദൂരത്തെ കൺചിമ്മും ദീപങ്ങൾ നാം കണ്ട സ്വപ്നങ്ങൾ. 1 2 3 4 ലൈലാകമേ പൂച്ചൂടുമോ വിടവാങ്ങും നീ രാത്രി തൻ
എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ബേക്കൽ വേസ്റ്റ് കൂടിയത്. അപ്പോ അത്യാവശ്യം ഗുഡാണ്, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നല്ല. നമ്മള് മറ്റേ തോണിൽ കയറി, പിന്നെ പെർഫോമൻസ് നമ്മളെ കൗശിക്, റോക്ക് സ്റ്റാർ കൗശിക്കിന്റെ പെർഫോമൻസ് ഉണ്ട്. പിന്നെ വിജയ് സേലം ആളുടെ പെർഫോമൻസ് ഉണ്ട്. നല്ല എനർജറ്റിക് ആയിരുന്നു ആൻഡ് സൂപ്പർബ് ആയിരുന്നു. ലൈവ് പെർഫോമൻസ് സിംഗിങ് കാണുന്നത് തന്നെ ആദ്യമായിട്ടാണ്. ഷെരീഫ് ഗുഡ് ആണോ? അൻവറെ എങ്ങനെ ഉണ്ടായി? അനോ കൗശിക്കിന്റെ പാട്ട് എങ്ങനെ ഉണ്ടായി? ഗുഡ് ഗുഡ് ഗുഡ്. അപ്പൊ നമ്മ അടുത്ത ലൊക്കേഷൻ എന്ത്? ഫുഡ് കഴിക്കാനാണ് ഗൈസ്. അടുത്ത ലൊക്കേഷൻ ഫുഡ് കഴിക്കാൻ. എവിടെ ഫുഡ് കഴിക്കാനോ? റെസ്റ്റോറന്റിലേക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. നമ്മളെ ഫുഡ് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഗോൾഡൻ ബേക്കറി ആണ് പിടിച്ച്. അങ്ങനെ നമ്മൾ ഗോൾഡൻ ബേക്കറിൽ ഇറങ്ങി. ഭയങ്കര ക്രൗഡാണ്, മൊത്തം റഷ്. നമുക്ക് ഫുഡ് കിട്ടുമ്പോ എപ്പോഴോ നല്ല കറി. ചെക്കനോട് കളിക്കാൻ കൊടുത്തിട്ട് വെച്ച്. ഇതെന്താടാ മിക്കി മൗസോ? ആ, മിക്കി മൗസിന് ഇവിടത്തേക്ക് എത്താൻ പറഞ്ഞു കൊടുക്കുക. വഴി എല്ലാവർക്കും ഷവായ തന്നെ. ഇതാകുമ്പോ 4 നാന, ഒരു ഫുൾ ഷവായി, കുബൂസ് ഓർഡർ ആക്കിയിട്ടുണ്ട്. അവിടുത്തെ ഷവായ ഭയങ്കര ടേസ്റ്റ് എന്ന് അറിഞ്ഞുകൊണ്ട് ഒന്ന് വേണം. നമുക്ക് നോക്കാം ഇങ്ങനെ ഉണ്ട്. വൈ കണ്ടുപിടിക്കേ ഒരു ഉളുപ്പില്ലാതെ ചെക്കൻ എളുപ്പത്തില് സ്മാർട്ട് വർക്കൊക്കെ വൈ കണ്ടുപിടിച്ചു. അങ്ങനെ അവർ ഒന്നിച്ചു ഗൈസ്. ഒന്നിക്കണോ? ആ, ഇങ്ങനെയാണ് ഒന്നിക്കുക. ഓ സോറി ഗൈസ്. അപ്പൊ ഫുഡെല്ലാം കഴിച്ച് അത്യാവശ്യം ഷവായി ഗുഡായിരുന്നു. ബട്ട് കൊച്ചിയിൽ കഴിച്ചിരുന്നു അത്രയില്ല. ഇവിടെ മസാല കുറച്ച് കുറവാണ്. ബാക്കിയെല്ലാ കാര്യങ്ങളും A+ ആണ്. അതായത് നമ്മുടെ നാട്ടിൽ വന്നിട്ട് എങ്ങനെ ഉണ്ടായി ഫുഡ്? അടിപൊളി എന്ന് പറഞ്ഞാൽ വേറെ ഷവായ ഓക്കെ ആണോ? ഷവായി ഓക്കെ, നാൻ ഓക്കെ, കുബൂസ് ഓക്കെ, എല്ലാം ഓക്കെ. അനോ ഫുഡ് എങ്ങനെ ഉണ്ടായാ? ആ, നോർമൽ ഫുഡാണ് ഗൈസ്. പോകുന്ന വഴിക്ക് നമ്മോ എന്താക്കി സർക്കിളത്ത് വന്നിട്ട് ഓർഡർ ചെയ്ത് റപ്പിച്ചാസാ. റപ്പിച്ചാസിൽ ഒരു ജ്യൂസ് കുടിക്കാൻ നല്ലിട്ട് വന്നിന് ചെർക്കളം. അതല്ല അത് തനിനാട് എന്നാണ്. അപ്പൊ നമ്മ നാട്ടിലെത്തി. ചെക്കന്മാരെ നാട്ടിലെ കൊണ്ടാക്കാൻ വന്നു. ഇങ്ങനെ ആയിക്കോട്ടെ. ഓക്കെ, അപ്പോ ഇന്നത്തേക്ക് നമ്മളെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. ഹോപ്പ് യു ഗൈസ് എൻജോയ് ആക്കിനോ ബോർ ആക്കിനോ ഒന്നും അറിയില്ല. റോഡ് കാണുന്നില്ല. ഓക്കെ, അപ്പൊ ശരി, ബൈ.